മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ജീവിക്കുന്ന പോലെ. എനിക്ക് ലവ് മാരേജ് തന്നെയാണ്, പക്ഷെ ലവ് കം അറേഞ്ച് ആണെങ്കിൽ കുറച്ചും കൂടി തീർച്ചയായും എൻ്റെ അഭിപ്രായം ലവ് മാരേജ് തന്നെയാണ്. അറേഞ്ച് മാരേജിനേക്കാളും കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ ലവ് മാരേജ് നല്ലത്. அரேஞ்ச் மேரேஜ் சிக்னல் நம்ம வைஃப் தானே, யார் கேட்க போறா? ആരാധിക്കേ മഞ്ഞു തീരും വഴിയരുത്. കണ്ട് പരിചയപ്പെട്ടു, പക്ഷെ ഞാൻ ബ്രേക്കപ്പ് ആയിരിക്കും. ഓ മൈ ഗോഡ്. ടെൻഷൻ ആകാതിങ്ങനെ. ലെസ് ടെൻഷൻ മോർ വർക്ക്, മോർ വർക്ക് ലെസ് ടെൻഷൻ. നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആണോ അതോ? ഇപ്പൊ അറേഞ്ച് മാരേജ് ഒന്നും എല്ലാരും വിശ്വസിക്കുന്നൊന്നുമില്ല. കാസ്റ്റ് ഒക്കെ ഇപ്പൊ എല്ലാരും കാര്യമാക്കാറില്ല. ഈ ഒരു കാലത്ത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്, നിങ്ങളുടെ അഭിപ്രായം? ഒരു കാലത്ത് ലവ് മാരേജ് നല്ലതാണ്, അറേഞ്ച് മാരേജ് നല്ലതാണ്. പക്ഷേ ഫാമിലിനെ നോക്കി കണ്ടുപിടിച്ച അതെ, ലവ് മാരേജ് ആണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ ഫാമിലി അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് മൂവ് ചെയ്തത്. ആരാധിക്കേ മഞ്ഞു തീരും വഴിയരുത്, നാളേറെയാ കാത്തു നിന്നു ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാ. ഓ സൂപ്പർ ബ്രോ, സൂപ്പർ, അടിപൊളി. സിംഗിളാണ്. ഹാപ്പി ദീപാവലി. ശരി, താങ്ക് യു. ഈ ഒരു കാലഘട്ടത്തിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക? ഏതാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ലവ് മാരേജ്. എന്താ റീസൺ എന്താണ്? അങ്ങനെയൊന്നുമില്ല, ലവ് മാരേജ്. എനിക്ക് എന്താ താല്പര്യം? ലവ് മാരേജാ? കാരണം എന്താണ്? എങ്ങനെ സൗണ്ട് പറ. അറേഞ്ച് മാരേജ് നല്ലതല്ല, അതുകൊണ്ട് ലവ് മാരേജ്. ഓ ഇതാണെങ്കിൽ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് താല്പര്യത്തോടെ പറഞ്ഞോ അല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആണോ അതോ? ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ലവ് മാരേജ് ചെയ്യുന്നുള്ള ഇതിലാണല്ലേ ബ്രോ? ഈ ഒരു ജനറേഷനിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ താല്പര്യം? ലവ് മാരേജിനാണ് സപ്പോർട്ട് ചെയ്യണല്ലേ? റീസൺ എന്താ? റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അറേഞ്ച് മാരേജ് ഒന്നും എല്ലാരും വിശ്വസിക്കുന്നൊന്നുമില്ല. കാസ്റ്റ് ഒക്കെ ഇപ്പൊ എല്ലാരും കാര്യമാക്കാറില്ല, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇയാള് ലവ് മാരേജിന് സപ്പോർട്ടില്ല? ഇയാൾ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ? കമ്മിറ്റഡ് ആണല്ലേ? ഓക്കെ ഓക്കെ. ഹാപ്പി ദിവാലി. താങ്ക് യു. ഒരു ജനറേഷനിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നിങ്ങൾക്ക് സപ്പോർട്ട്? ആർക്കാണ് സപ്പോർട്ട്? ഒന്നും പറയില്ല. ഈ റീസൺ എന്താണ്? റീസൺ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജ് ആയാൽ ആ പെൺകുട്ടിനെ കുറിച്ച് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, അണ്ടർസ്റ്റാൻഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലേ? രണ്ടിൻ്റെതായ ഒരു ഏരിയ ഉണ്ടല്ലോ. അറേഞ്ച് മാരേജ് ആകുമ്പോൾ നമ്മൾ വീട്ടുകാരുടെ സന്തോഷം ജീവിക്കും. ലവ് മാരേജ് ആകുമ്പോൾ നമ്മൾ പുറത്തുള്ള ഒരാളെ കണ്ടെത്തുന്ന ഈ ഒരു ജനറേഷനിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്, നിങ്ങളുടെ സൗണ്ടിൽ പറയണം. ലവ് മാരേജ് ആണ് സംഭവം. ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവരായിട്ട് നല്ല അടുത്ത് പഴകി നമ്മൾ അവരായിട്ട് നല്ല റിലേഷനിൽ പോകുമ്പോൾ അവരെ കുറിച്ച് എല്ലാം അറിയാൻ സാധിക്കുമല്ലോ. സോ അതുകൊണ്ട് ചിലപ്പോൾ അതിനെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് ലവ് മാരേജ് തന്നെയാണ്, പക്ഷെ ലവ് കം അറേഞ്ച് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് ഫാമിലി ആയിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വീട്ടിൽ കുറെ പേര് ഇപ്പോൾ ഒരു ഓടിപ്പോരൊക്കെ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഫാമിലി വീട്ടിൽ അവരുടെ എല്ലാം അറിഞ്ഞിട്ട് അവരുടെ കുറിച്ച് എല്ലാം അന്വേഷിച്ചിട്ട് അവർക്കത് ചെയ്തു കൊടുക്കാൻ തന്നെ നല്ലത്. അനാവശ്യമായിട്ട് ചെറിയ കുട്ടികളൊക്കെ ഓടിപ്പോകും. സോ അതൊന്നും ഇല്ലാണ്ട് ലവ് കം അറേഞ്ച് ഉണ്ട്. അതുപോലെ ലവ് കം അറേഞ്ച് ആണെങ്കിൽ ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ലവ് വിത്ത് അറേഞ്ചിലാണ് സപ്പോർട്ട് അല്ലേ? അതെ അതെ.
താങ്ക് യു. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. ഈ ഒരു ജനറേഷനിൽ ലവ് മാരേജ് ആണോ നല്ലത് അതോ അറേഞ്ച് മാരേജ് ആണോ? തീർച്ചയായും എൻ്റെ അഭിപ്രായം ലവ് മാരേജ് തന്നെയാണ്. അറേഞ്ച് മാരേജിനേക്കാളും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ பொண்ணை ஒன்ன விரும்புற பொண்ணை கல்யாணம் பண்ணிக்கோ அப்பதான் வாழ்க்கை சந்தோஷமா இருக்கும். പരസ്പരം മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു സ്പേസ് കിട്ടുന്നതും ഈ പറഞ്ഞ ലവ് മാരേജ് തന്നെയാണ്. അറേഞ്ച് മാരേജിന് ശേഷം ഇപ്പം നമുക്കൊരു ടൈം കിട്ടുമെങ്കിലും ആ പാർട്ട്ണറെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ എന്നതിൽ സംശയമാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ലവ് മാരേജ് തന്നെയാണ് നല്ലത്. എത്ര വർഷമായി ലവ് ആയിട്ട്? ഓൾ ദി ബെസ്റ്റ്. லவ் மேரேஜ் அரேஞ்ச் மேரேஜ் இந்த ஜென்ரேஷனில் எங்களுக்கு வந்து லவ் அண்ட் அரேஞ்ச் பண்ணி தான் நல்லாயிருக்கும். லவ் பண்ணிட்டு அரேஞ்ச் மேரேஜ் பண்ணுறத விட லவ் பண்ணிட்டு அரேஞ்ச் பண்ணிவிட்டு அப்புறம் ஒய்ஃபை லவ் பண்ணால் நல்லாயிருக்கும். ஓ ஓகே ஓகே ஓகே. யாரும் பயப்பட தேவையில்லை, நல்லா ஃப்ரீடமாக போகலாம், எல்லாம் பண்ணலாம். இது லவ் மேரேஜ் பண்ணிங்கன்னா ஃபஸ்ட்டு பயப்படணும், வீட்டுக்கு பயப்படணும், காசு செலவாகும், ஓகே செட் ஆகாது. இது அரேஞ்ச் மேரேஜ் பண்ணிங்க வச்சுக்கோங்க, நம்ம ஒய்ஃபு தானே, யார் கேட்க போகிறா? ஓகே ஓகே ஓகே. ஸோ அரேஞ்ச் மேரேஜ் பண்ணிவிட்டு அப்புறம் லவ் பண்ணால் லைஃப் லைஃப் நல்லா இருக்கும் தான். ஆனால் லவ் பண்ணோம். ஒரு கொரோனா லாக்டவுனில் வந்து ஃபஸ்ட்டு பார்த்துட்டு போனோம். 1 இயர் கேப் இருந்துச்சு. அப்போ லவ் பண்ணோம் நாங்கள். ஓகே ஓகே. இந்த கேப்பில் லவ் பண்ணிட்டு அப்புறம் தான் மேரேஜ் பண்ணோம். ഓക്കെ താങ്ക് യു. ഈ ഒരു ജനറേഷനിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? അല്ല ലവ് എന്ന് പറഞ്ഞാൽ കുറേ ഇതൊക്കെ ഫൈറ്റ് ചെയ്യാനല്ല. അപ്പോൾ അറേഞ്ച് മാരേജ് നല്ലതല്ലേ? അറേഞ്ചും കുഴപ്പമില്ല, ലവിനും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ നോക്കുമ്പോൾ ലവ് നല്ലത്. നല്ലതല്ലേ? എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാൻ ജസ്റ്റ് ഇപ്പോൾ കണ്ട് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ കുറേ കണ്ട് പക്ഷെ ഞാൻ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. അറേഞ്ച് മാരേജിന് താല്പര്യം. അറേഞ്ച് മാരേജ് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഈ പെണ്ണ് കാണാൻ വന്ന് ഒരു 5 മിനിറ്റ് എവിടെയുള്ള കുട്ടിനെ കണ്ടിട്ട് പെട്ടെന്ന് നമ്മളൊരു മൈൻഡ് വെക്കാൻ എന്ന് പറയുമ്പോൾ വേറൊരു ഫീലാണല്ലോ. ഈ ഒരു ജനറേഷനിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? ഏതായാലും നല്ല രീതിക്ക് മാത്രമേ ലവ് ആയാലും അറേഞ്ച് ആയാലും അണ്ടർസ്റ്റാൻഡിങ്. അതെ അണ്ടർസ്റ്റാൻഡിങ് അതിൽ ആ ലൈഫിൽ ഞങ്ങള് ലവ് കംസ് അറേഞ്ച് അറേഞ്ച് ആയിരുന്നല്ലേ? അപ്പോൾ അറിഞ്ഞ് ഞങ്ങൾ സ്നേഹിച്ച് ഇതിനനുസരിച്ച് വീട്ടുകാർ സമ്മതിച്ചു. എത്ര വർഷം ലവ് ഉണ്ടായിരുന്നു സ്നേഹിച്ച്? ഞങ്ങൾ ഇപ്പോൾ 2012 തൊട്ടിട്ടായിരുന്നു. അല്ല സോറി 2005 തൊട്ടിട്ട് 12-ലായിരുന്നു കല്യാണം. അപ്പോൾ ഏത് ലവ് അറേഞ്ച് ആയാലും രണ്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊണ്ടുപോയാൽ സക്സസ് ആവുന്നതാണ്. താങ്ക് യു. ഈ ഒരു ജനറേഷനിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? എന്താ റീസൺ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആണ്. കൂടുതൽ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഓക്കെ ഓക്കെ. അല്ല ഈ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വരില്ലേ ഇപ്പോൾ ലവ് മാരേജ് ആകുമ്പോൾ? വരും, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയെല്ലാം പറഞ്ഞു. ജനറേഷനിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് നിങ്ങൾ ആദ്യം സപ്പോർട്ട് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ജീവിക്കുന്ന പോലെ അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ക്യാരക്ടർ ഒത്തുപോവുകയാണെങ്കിൽ ലവ് മാരേജ് സക്സസ് ആവുന്നുണ്ട്, അറേഞ്ച് മാരേജ് സക്സസ് ആവും. അത് ഡിപ്പെൻഡ് അപ്പോൺ ദെയർ ക്യാരക്ടർ. അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് ലൈഫിലും അറേഞ്ച് മാരേജിലാണെങ്കിലും ലവ് മാരേജിലാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും ഈക്വലായിട്ട് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏത് സ്വീകരിച്ചാലും നല്ലത്. അങ്ങനെ ഇന്നിപ്പോൾ ലവ് മാരേജ് എല്ലാം ഫെയിലിയർ ആണ്, അറേഞ്ച് മാരേജ് മാത്രമേ സക്സസ് ആവൂ എന്നൊന്നുമില്ല. ചൂസ് ചെയ്യുന്ന ആളും അതുപോലെ അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നോക്കിയായിരിക്കും. இந்த ஒரு ஜெனரேஷனில் லவ் மேரேஜ் அரேஞ்ச் மேரேஜ் நல்லது? அரேஞ்ச் மேரேஜ் தான் நல்லது. குடும்பத்தோடு பார்த்து அவங்களா பார்த்து சொந்தங்களாக பார்த்து கல்யாணம் பண்ணி வைக்கிறது தான் நல்லது. அதனால சிலவங்க அதை கல்யாணம் லவ் மேரேஜ் காலேஜ் படிக்கிறப்பலே லவ் மேரேஜ் செய்கிறவங்களும் இருக்காங்க. அது அவங்க இஷ்டம், அவங்க சாய்ஸு. ஆனால் அரேஞ்ச் மேரேஜ் பண்ணால் ஃபேமிலிக்கும் ஹாப்பியாகும், ஃபேமிலிக்கு சந்தோஷமாக இருக்கும், நமக்கு சந்தோஷமாக இருக்கும். கஷ்டப்பட்டு நம்மளை சின்ன வயசுலேருந்து வளர்த்து அப்பா அம்மா அவங்களே கஷ்டப்பட்டு வளர்த்து எல்லாம் நம்மளை படிக்க வைக்க நமக்கு என்னென்ன வேணும்னு எல்லாமே அவங்க நமக்கு ரெடி பண்ணி கொடுக்குறாங்க. அப்போ அவங்களுக்கு நமக்கு என்ன வேணும்னு அவங்களுக்கு தெரியும். என் பொண்ணாக இருந்தாலும் சரி நல்ல மாப்பிள்ளையை பார்த்து கல்யாணம் பண்ணி வைக்காம, பையனாக இருந்தாலும் நல்ல பொண்ணு பார்த்து தான் கல்யாணம் பண்ணி அவங்க அரேஞ்ச் மேரேஜ் தான்
നിങ്ങൾക്ക് ഹാപ്പി ദിവാലി. താങ്ക് യു. സൂപ്പർ ബ്രോ. സൂപ്പർ. ഈ ഒരു ജനറേഷനിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? ആലോചിച്ചിട്ടില്ല. നല്ല പോയിന്റ്. എന്നാലും ബേസിക്കലി ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഏതായിരിക്കും നല്ല ബെറ്റർ, ലവ് മാരേജ് അറേഞ്ച് മാരേജ്? ലവ് മാരേജ് അങ്ങനെയല്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കപ്പിൾസ് ആയിരിക്കും. തീർച്ചയായിട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളൊരു ജീവിതമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ എടുത്തുചാട്ടം എന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ കപ്പിൾ ഏജിൻ്റെ ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഇപ്പോൾ കാണുന്ന ഈ ചെത്തി നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഫീലല്ല നമ്മൾക്ക് ലൈഫിലേക്ക് കിടക്കുന്ന സമയത്ത്. ഒരുപാട് പേര് ഇപ്പോൾ ഒരു 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ 20-21 ഉള്ളിലേക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാലും അത് കൂടുതലായിട്ട് സക്സസ് ആവുന്നില്ല. കാരണം അവർക്ക് ആ ഒരു ടൈമിലുള്ളൊരു പ്രൈവസി മാത്രമേ നോക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് സാമ്പത്തികം, അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി എന്നുള്ളത് അവർ പിന്നീട് അമ്മയാവും. ആ അമ്മയാവുന്ന സമയത്ത് പാരൻസിൻ്റെ കെയറിങ് ആണ്. ആ കാര്യങ്ങളിലൊക്കെ എത്തുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവർ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രണയങ്ങളും ആത്മാർത്ഥതയുടെ ഭാഗമായിട്ടല്ല നടക്കുന്നത്. കൂടുതലും സിൻസിയറിറ്റിക്ക് വാല്യൂ ഇല്ല. കുറച്ച് എന്താ പറയുക, നമ്മൾ കാട്ടിക്കൂട്ടുക ആ ലെവലാണ് കാര്യങ്ങളെല്ലാം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഇല്ല എന്നൊന്നും പറയുന്നില്ല. പ്രണയം ആക്ച്വലി കല്യാണം അറേഞ്ച് മാരേജ് ആണെങ്കിൽ നമുക്ക് പ്രണയം നമുക്ക് അനിവാര്യമാണ്. കാരണം കല്യാണം കഴിഞ്ഞാലും പ്രണയിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അതിന് മുന്നേ കണ്ടെത്തുന്ന പങ്കാളി എന്ന് പറയുന്നത് നമ്മൾ 100% അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ സക്സസ് ആവുള്ളൂ. സ്നേഹം വളരെ നല്ല കാര്യമാണ്. പ്രണയം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നല്ലൊരു ഫീലാണ്. അത് തീർച്ചയായിട്ടും പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് സക്സസ് ആയ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരുപാട് പേര് ഇതേപോലെ ബ്രേക്കപ്പ് ആയ ആളുകളുണ്ട്. പക്ഷേ പരസ്പരം 100% മനസ്സിലാക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്ന മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അവർ തമ്മിലുള്ള മനസ്സിൻ്റെ ഉടമ്പടിയാണ് പ്രണയമായാലും കല്യാണമായാലും മുന്നോട്ട് പോകുക. ഇല്ലായ്മയിലും ഉയർച്ചയിലും എല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കണം. കാരണം ഒരു ഭാഗത്ത് തളരുമ്പോൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഭർത്താവ് ഭാര്യനെ കുറ്റപ്പെടുത്തുക, അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളതിൽ നിന്നിട്ട് സന്തോഷിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു.